എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചക്കക്കുരു മുരിങ്ങയ്ക്കായും കൂടെ ചേർത്ത് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 2 പിടി ചക്കക്കുരു എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവ് വേണമല്ലോ. അപ്പോൾ ഒരു 4 മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് വേകാനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് സ്റ്റൗവിൽ വെക്കാം. മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും വേവാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മുരിങ്ങയ്ക്ക വേവിക്കാൻ വെച്ചത്. അപ്പോൾ മൊത്തത്തിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു വറ്റൽമുളക് വേണം. വറ്റൽമുളക് ഇല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ആകാം. ചതച്ച മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കറക്കി കൊണ്ടുവരാം. തോരനുള്ള അരപ്പ് ചതച്ച് കൊണ്ടുവന്നു. ഇനി ഇത് നമുക്ക് വെന്ത മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക വെന്തോന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിനകത്ത് കടുക് താളിച്ചൊഴിക്കാം. അപ്പം നമ്മൾ കടുക് താളിച്ചിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വിളമ്പാം. കടുക് താളിച്ചൊഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിക്കണം. ആരും ഉപേക്ഷിക്കരുത്. ഇതെല്ലാവരുടെയും വീട്ടിലുള്ള സാധനം. ചക്കക്കുരു മുരിങ്ങയ്ക്കായും ഒന്നും കളയരുത്. എല്ലാവരും ഇതേപോലെ തോരനോ മെഴുക്കുവരട്ടിയോ തീയലോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിക്കണം.